أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا محمد وعلى آله وصحبه أجمعين أما بعد നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് എവിടെയായിരുന്നു? കലാം. എന്താണ് കലാം? കലാം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാ തളമ്മന കലിമത്തൈനി ബിൽ ഇസ്നാദി, ഇതായിരുന്നു കലാം. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു തംബീഹ് ചെയ്യാണ് ഷാരിഹ് റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ അവർ പറയാണ്, ഇഅലം അന്ന കലാമൽ മുസന്നിഫി റഹിമഹുല്ലാഹു ളാഹിറുൻ ഫി അന്ന നഹവ ളറബ്തു സൈദൻ ഖായിമൻ ബിമജ്മൂഇഹി കലാമുൻ ബിഖിലാഫി കലാമി സാഹിബിൽ മുഫസ്സലി ഹൈസു ഖാല അൽ കലാമു ഹുവൽ മുറക്കബു മിൻ കലിമത്തൈനി ഉസ്നിദത് ഇഹ്ദാഹുമാ ഇലൽ ഉഖ്റാ ഫഇന്നഹു സ്വരീഹുൻ ഫി അന്നൽ കലാമ ഹുവ ളറബ്തു വൽ മുതഅല്ലിഖാതു ഖാരിജത്തുൻ അൻഹു. അതാണ് ഒന്നാമത്തത്. അഥവാ ഇവിടെ നമ്മൾ താരീഫ് എന്താണ്? കലാം എന്ന് പറഞ്ഞാൽ മാ തളമ്മന കലിമത്തൈനി ബിൽ ഇസ്നാദി, രണ്ട് കലിമത്തിനെ ഉൾക്കൊള്ളിച്ച ലഫ്ള്. ഇസ്നാദ് കൊണ്ട്, ഇസ്നാദിന്റെ കാരണം കൊണ്ട് രണ്ട് കലിമത്തിനെ ഉൾക്കൊള്ളിച്ചത്. അല്ലെങ്കിൽ മുസാഹബത്ത് രണ്ട് സാധ്യതകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഷാരിഹിന്റെ മസ്ലക്ക് പ്രകാരം ഇസ്നാദിന്റെ കാരണം കൊണ്ട് രണ്ട് കലിമത്തിനെ തളമ്മുൻ ചെയ്ത ലഫ്ള്. ഇവിടെ ഈ കലാമിന്റെ ലാഹിർ എന്താണ്? ഈ ഒരു താരീഫിന്റെ ലാഹിർ അറിയിക്കുന്നത് ലറബ്തു സൈദൻ ഖായിമൻ എന്ന് പറയുമ്പോ അവിടുത്തെ ലറബ്തു മാത്രമല്ല കലാം, സൈദൻ ഖായിമൻ അടക്കം ബി മജ്മൂഇഹി എല്ലാം കൂടിയിട്ടുള്ളതാണ് കലാം എന്നതാണ് മുസന്നിഫിന്റെ ഈ കലാമിന്റെ ലാഹിർ. എന്നാൽ സ്വാഹിബുൽ മുഫസ്സിൽ അഥവാ സമഖ്ശരി റഹ്മത്തുള്ളാഹി അലൈഹി, അപ്പൊ ഇമാം സമഖ്ശരി എന്നവര് മുഫസ്സലിൽ ഒരു താരീഫ് പറഞ്ഞിട്ടുണ്ട് കലാമിന്. ഹുവൽ മുറക്കബു മിൻ കലിമത്തൈനി ഉസ്നിദത് ഇഹ്ദാഹുമാ ഇലൽ ഉഖ്റാ, രണ്ട് കലിമത്തിനാൽ മുറക്കബായതാണ് കലാം. രണ്ടിൽ ഒന്നിനെ മറ്റേതിലേക്ക് ഇസ്നാദ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവന്തേ വരുള്ളൂ. കലാം എന്ന് പറഞ്ഞാൽ ലറബ്തു മാത്രം, രണ്ട് കലിമത്തിനാൽ മുറക്കബായതാണ് കലാം. അപ്പൊ അത് ആ മുഫസ്സലിന്റെ കലാം അറിയിക്കുന്നത് ഈ ലറബ്തു മാത്രമാണ് എന്ത് കലാമുള്ളൂ. മറ്റേതൊക്കെ കലാമിന്റെ മുസമ്മയിൽ നിന്ന് പുറത്താണ്, മുതഅല്ലിഖാത്താണ്. മനസ്സിലായല്ലോ? അപ്പൊ അത് രണ്ട് വൈരുദ്ധ്യങ്ങൾ പറയാണ്. അതാണ് ഇഅലം നീ അറിയ് അന്ന കലാമൽ മുസന്നിഫ് റഹിമഹുല്ലാഹു, തീർച്ചയായിട്ടും മുസന്നിഫ് തങ്ങളുടെ കലാം അഥവാ ഈ താരീഫ് ലാഹിറുൻ, അത് ലാഹിറാണ്. എന്തിൽ ലാഹിറാണ്? ഫി അന്ന നഹവ ലറബ്തു സൈദൻ ഖായിമൻ, തീർച്ചയായിട്ടും ലറബ്തു സൈദൻ ഖായിമൻ പോലെയുള്ളത് ബി മജ്മൂഇഹി, അത് അതിന്റെ മജ്മൂഇനോട് കൂടെ സ്ഥിതിയിൽ കലാമുൻ, കലാമാണ്. അപ്പൊ ലറബ്തു സൈദൻ ഖായിമൻ ബി മജ്മൂഇഹി, അത് കലാമാണ്. അപ്പൊ കലാമിന്റെ മുസമ്മ ആരാണ്? ഈ മജ്മൂ ആണ്. മനസ്സിലായല്ലോ? എന്നതിലാണ് മുസന്നിഫിന്റെ കലാം ലാഹിറായിട്ടുള്ളത്. എന്നാൽ ഇത് തന്നെ എന്തിനോട് മുത്തലബ്ബിസായ സ്ഥിതിയിൽ ബി ഖിലാഫി കലാമി സ്വാഹിബുൽ മുഫസ്സലി, സ്വാഹിബുൽ മുഫസ്സലിന്റെ കലാമിനോട് എതിരാവലിനോട് മുത്തലബ്ബിസായ സ്ഥിതിയിൽ എന്ന് പറഞ്ഞാൽ അവരുടെ കലാമിനെതിരുകൊണ്ട്. എന്തേ കാരണം? ഹൈസു ഖാല, അതായത് അവരുടെ കലാമിനെതിരാന്ന് പറയാൻ കാരണം എന്താ? ഹൈസു, കാരണം ഖാല അവർ പറഞ്ഞു, അൽ കലാമു, കലാമ എന്ന് പറഞ്ഞാൽ ഹുവൽ മുറക്കബു, അത് എന്താണ്? അൽ മുറക്കബു മിൻ കലിമത്തൈനി, രണ്ട് കലിമത്തിനാൽ മുറക്കബായതാണ്. എങ്ങനത്തെ രണ്ട് കലിമത്താണ്? ഉസ്നിദത്ത് ഇഹ്ദാഹുമാ, അല്ലെ അസ്നത്ത, രണ്ടും പറ്റും. രണ്ടിലൊന്നിനെ ഇസ്നാദ് ചെയ്യപ്പെട്ടു ഇലൽ ഉഖ്റ, മറ്റേ കലിമത്തിലേക്ക്. അങ്ങനത്തെ ആ രണ്ട് കലിമത്തിനാൽ മുറക്കബായതാണ്. എന്ത് കാരണം? ഫഇന്നഹു സ്വരീഹുൻ, എന്തിന് കാരണം? അതായത് മുബര് പറഞ്ഞപ്പോ എതിരുണ്ടെന്ന് പറഞ്ഞല്ലോ, കാരണം ഫഇന്നഹു, തീർച്ചയായിട്ടും ഈ കലാമ് സ്വരീഹുൻ, അത് സ്വരീഹാണ്.
എന്തിൽ സ്വരിയാണ്? സ്വരിഹാകുമ്പോ ഇഹ്തിമാലിന് സാധ്യത ഒന്നും ഇല്ലല്ലോ. എന്തിൽ? ഫി അന്നൽ കലാമ ഹുവ ലറബ്തു, തീർച്ചയായിട്ടും കലാമ് ലറബ്തു മാത്രമാണ് അല്ലെ. ഫസലിന്റെ ലമീർ തൗക്കീദിനെ ഹസറിനെ വൈദ്യുപ്പിക്കൂല്ലേ. അപ്പൊ കലാം എന്ന് പറഞ്ഞാൽ ലറബ്തു മാത്രമാണ്. വൽ മുതഅല്ലിഖാത്തു, അവിടെ രണ്ടും വായിക്കാം. മഷ്ഹൂർ മുതആറഫ് അവലാണ്, അഥവാ കസർ വായിക്കലാണ് എന്ന് യഖ്ദിലൊക്കെ ഉണ്ട്. അപ്പൊ വൽ മുതഅല്ലിഖാത്തു, മുതഅല്ലിഖാത്തൊക്കെ ഖാരിജത്തുൻ അൻഹു, കലാമിന്റെ മുസമ്മയെ തൊട്ട്, കലാമിനെ തൊട്ട് ഖാരിജാണ്. ഇതാണ് ഒന്ന്. അപ്പൊ അവിടെ മുസന്നിഫിന്റെ കലാം അത് ലാഹിറാണെന്നാ പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ടാ ലാഹിറാന്ന് പറഞ്ഞത്, സരീഹ എന്ന് പറഞ്ഞില്ല? അവിടെ ഇഹ്തിമാലുണ്ട്. മാ തളമ്മന കലിമത്തൈനി ഫഖത്ത് എന്നതാണ് മുസന്നിഫിന്റെ ഉദ്ദേശം. മാ തളമ്മന കലിമത്തൈനി ഫഖത്ത് എന്നതാണ് മുസന്നിഫിന്റെ ഉദ്ദേശം. അവിടെ മഖ്സൂദ് അതാണ് എന്ന് ഇറാദത്ത് ചെയ്തുകൊണ്ട് അവിടെ ഹാമിഷിലൊക്കെ കാണാം. മുസന്നിഫ് ലാഹിർ എന്ന് പറയാൻ കാരണം ലിജവാസി ഇറാദ ബി മാ തളമ്മന കലിമത്തൈനി ഫഖത്ത് എന്നാണ് അടിയില് ഉസ്മാമുദ്ദീൻ ഇസ്ഫറായി. ഇനി പിന്നെ അടുത്തൊരു കാര്യം നമ്മളെ താരീഫ് എന്താ? മാ തളമ്മന കലിമത്തൈനി ബിൽ ഇസ്നാദി. അവിടെ എന്ത് പറഞ്ഞിട്ടില്ല? മഖ്സൂദുൽ ലിദാത്തിഹി എന്ന് പറഞ്ഞിട്ടില്ല. അതായത് രണ്ട് കലിമത്തിനെ തളമ്മുൻ ചെയ്തത് എന്താവും കൂടി ആവും വേണം, മഖ്സൂദും ബിദാത്തിഹി ആകുമ്പോഴേ കലാമാവുകയുള്ളൂ എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടുന്ന് ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ എന്തു വരും? ഈ കലാമും ജുംലയും മുത്തറാദിഫാണ് എന്നാണ് വരിക. ജുംലാർ എന്താ? ഇസ്നാദ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകും, ഇസ്നാദ് ഉണ്ടാകും. എന്താവണമെന്ന് നിർബന്ധമില്ല, കൈദില്ല. അത് മഖ്സൂദുൽ ലിദാത്തി ആവാൻ നിർബന്ധമില്ല. മഖ്സൂദുൽ ലിദാത്തി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതുപോലെ ഒരു മുബ്തദന്റെ ഖബർ ആയിട്ട് വരുന്നത്, അതുപോലെ സിഫത്തായിട്ട് വരുന്നത്, സിലയായിട്ട് വരുന്നത്, അതൊന്നും മഖ്സൂദും ബിദാത്തിഹി അല്ല. അതൊക്കെ പാടെ മൊത്തത്തിലൊരു കലാം ഉണ്ടാവുമല്ലോ, അത് ഈ കാരണം ഇയാളുടെ മഖ്സൂദുൽ ലിദാത്തിഹി. അപ്പൊ ഒരു കലാമ് മഖ്സൂദുൽ ലിദാത്തിഹി ആവണം എന്നാണ് പല പണ്ഡിതന്മാരുടെയും പക്ഷം. എന്നാൽ മുസന്നിഫിന്റെ ലാഹിറൊക്കെ അവിടെ എന്താ? മുസന്നിഫിന്റെ കലാമിന്റെ ലാഹിറൊക്കെ അറിയിക്കുന്നത് അവര് മുസന്നിഫ് അവിടെ കൈത് കൊടുക്കാത്തതിനാൽ അവിടെ നിന്ന് മനസ്സിലാകുന്നത് അവർ എന്ത് ഷർത്താക്കുന്നില്ല, ഒരു കലാമാവാൻ അതൊന്നും ഷർത്താക്കുന്നില്ല. അപ്പൊ എന്ത് പറഞ്ഞാൽ കലാമും ജുംലയും മുത്തറാദിഫാണെന്ന് വരും. അതാ പറയണത്. സുമ്മഅലം, പിന്നെ നീ അറിയ അന്ന സ്വാഹിബുൽ മുഫസ്സലി, സ്വാഹിബുൽ മുഫസ്സൽ അഥവാ ഇമാം സമഖ്ശരി തങ്ങളെ, അതുപോലെ സ്വാഹിബുൽ ലുബാബി, സ്വാഹിബുൽ ലുബാബും. അതാരറിയോ? സ്വാഹിബുൽ ലുബാബ് എന്ന് പറഞ്ഞാൽ അത്ര നമുക്ക് പരിചയമുള്ള മഹാനല്ല. വഹുവൽ ഇമാമുൽ അല്ലാമ സിറാജുദ്ദീൻ മുഹമ്മദ് അൽ മഅറൂഫ് ബിൽ ഫാദിൽ ഇസ്ഫറായിനി. മറ്റേ നമ്മൾ സാധാരണ ഇസ്ഫറായിനി ഇമാമുണ്ട്, ഒരു ശംസുദ്ദീൻ ഇസ്ഫറായിനി എന്നിട്ട്. ഇസ്ഫറായിനിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അപ്പൊ ഇത് അവരാണെന്നുള്ളത് അവരെ പേര് ശംസുദ്ദീൻ ഇസ്ഫറായിനി എന്നാണ്, സിറാജുദ്ദീൻ ആണ്. അപ്പൊ സ്വാഹിബുൽ ലുബാബ് ഇത് ഇഖ്തുന്നാമിൽ പറയണേ, ഇഖ്തുന്നാമിൽ ഇത് ആരാന്ന് പറഞ്ഞേക്കണേ. അപ്പൊ അവരൊക്കെ അപ്പൊ അഭിപ്രായപ്പെട്ടത് എന്താ? ഇലാ തറാദുഫിൽ കലാമി വൽ ജുംലത്തി, ജുംലയും കലാമും തറാദുഫാണ് എന്നതിനാണ് അഭിപ്രായപ്പെട്ടത്. അവിടേക്കാണ് അവർ സഞ്ചരിപ്പോയത്. ഇനി അത്ഫാക്കിയിട്ട് വായിക്കാം, അല്ലെങ്കിൽ വകലാമുൽ മുസന്നിഫി അയ്ളൻ യൻളുറു ഇലാ ദാലിക, അങ്ങനെ വായിക്കാം. വകലാമുൽ മുസന്നിഫി റഹ്മത്തുള്ളാഹി അലൈഹി, മുസന്നിഫ് തങ്ങളുടെ കലാമാകുന്നത് അയ്ളൻ, അതും യൻളുറു, അത് നോക്കുന്നു, ഇലാ ദാലിക, അതിലേക്കാണ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ മുസന്നിഫിന്റെ കലാമും അതിലേക്കാണ് എന്ത് ഒരു ലാഹിറാകുന്നത്. എന്തേക്കാ അങ്ങനെ പറയാൻ കാരണം? മുസന്നിഫും ആ ഒരു അഭിപ്രായത്തിലേക്കാണ് നോക്കുന്നത് എന്ന് പറയാൻ കാരണം ഫഇന്നഹു, തീർച്ചയായിട്ടും അവർ ഖദ് ഇക്തഫ, അവർ മതിയാക്കി, ഫി താരിഫിൽ കലാമി, ഈ കലാമിന്റെ താരീഫിൽ അവർ മതിയാക്കി, ബിദിക്രിൽ ഇസ്നാദി, ഇസ്നാദിനെ പറയൽ കൊണ്ട്, ആ പറച്ചിൽ തന്നെ മുത്തലക്കൻ ഉപാധികളിൽ നിന്നൊക്കെ ഒഴിവാക്കപ്പെട്ടതായ സ്ഥിതിയിൽ മഖ്സൂദുൽ ലിദാത്തിഹി എന്ന ഉപാധി അവിടെ പറഞ്ഞില്ല. ഉപാധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നിലക്കാണ് ഇസ്നാദിനെ അവർ പറഞ്ഞത്. അതുകൊണ്ട് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവേണ്ടത് മുസന്നിഫിന്റെ അഭിപ്രായം കലാമും ജുംലയും ഒന്ന് തന്നെയാണ്, മുത്തറാദിഫാണ്. ജുംലയുടെ മാനാക്കാണ് കലാം എന്നതിലേക്കാണ് മുസന്നിഫ് തങ്ങൾ പോകുന്നത് എന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്.
അതാണ് വലം യുഖയ്യിദുഹു, മുസന്നിഫ് തങ്ങൾ കലാമിനിക്ക് കൈത് പറഞ്ഞില്ല, അല്ല ഇസ്നാദിനിക്ക് കൈത് പറഞ്ഞില്ല. ബികൗനിഹി മഖ്സൂദൻ ലിദാത്തിഹി, മഖ്സൂദുൻ ലിദാത്തിഹി ആവണം എന്നതുകൊണ്ട് കൈത് പറഞ്ഞില്ല. എന്നാൽ എന്നിട്ട് പറയാണ് വമൻ ജഅലഹു അഖസ്സ മിനൽ ജുംലതി, അതാരാന്നതാ സ്വാഹിബു തസ്ഹീൽ ഇമാം ഇബ്നു മാലിക് തങ്ങളൊക്കെ എന്താ ചെയ്തിട്ടുള്ളത്? അഖസ്സാക്കിക്കണം, അഥവാ കലാം എന്ന് പറയുന്ന ജുംലയേക്കാൾ അഖസ്സാണ്, കലാമിന് ഒരു കൈത് പറഞ്ഞു. മഖ്സൂദുൽ ലിദാത്തിഹി ആവണം അവിടുത്തെ ഇസ്നാദ് എന്ന് കൈത് പറഞ്ഞു. അതാണ് വമൻ ഒരുത്തര് എന്താണ് ജഅലഹു അവർ ഇതിനെ ആക്കി എന്ന് പറഞ്ഞ കലാമിനെ ആക്കി എന്താക്കി? അഖസ്സ മിനൽ ജുംലതി, ജുംലയേക്കാൾ അഖസ്സാക്കി. അങ്ങനത്തെ ഒരുത്തർ ഖയ്യദഹു, അവർ ഇതിന് ഇസ്നാദിനക്ക് കൈത് പറയും, അല്ലെങ്കിൽ കലാമിനക്ക് കൈത് നൽകും. എന്തുകൊണ്ട്? ബിഹി, ഈ മഖ്സൂദുൽ ലിദാത്തിഹി എന്ന കൈത് കൊണ്ട് അവർ കൈത് പറയും, അപ്പൊ അഖസ്സാകും. അപ്പൊ ഫഹീന ഇതിൻ, അന്നേരത്തെ യസ്ദുഖുൽ ജുംലതു, ജുംല എന്നത് സ്വാദിഖാകും ആരുടെ മേലെ? അലൽ ജുമലിൽ ഖബരിയത്തിൽ വാഖിഅത്തി അഖ്ബാറൻ ഔ ഔസാഫൻ, ഖബരിയായ ജുംലകള്. എങ്ങനത്തെ ഖബരിയായ ജുംല? അൽ വാഖിഅത്തി അഖ്ബാറൻ, അഖ്ബാറുകളായിട്ട് സംഭവിച്ച, ഔ അല്ലെങ്കിൽ ഔസാഫൻ, അല്ലെങ്കിൽ ഔസാഫുകളായിട്ടൊക്കെ സംഭവിച്ച ഖബരിയായ ജുംലകളുടെ മേലെ ജുംല എന്ന് പറയാൻ പറ്റും. അപ്പൊ ഖബറായിട്ട് സംഭവിക്കുന്നത് അതിന് കലാം എന്ന് പറയില്ല, ജുംല എന്ന് പറയുള്ളൂ. ഖബരിയായ ജുംല, വസ്ഫിയായ ജുംല, ഹാല്, അതൊക്കെ അതിനൊക്കെ മേലെ ജുംല സ്വാധീകാകും. അത് തന്നെ ഖിലാഫിൽ കലാമി, കലാമിനോട് എതിരുകൊണ്ടായ സ്ഥിതിയിൽ, അല്ലെങ്കിൽ കലാമിനോട് ഇരാബലിനോട് മുത്തലബിസായ സ്ഥിതിയിൽ എന്ന് പറഞ്ഞാൽ കലാമിനെ ഇങ്ങനെ സ്വാധീകാവും, കലാം ഇങ്ങനെ സ്വാധീകാവുകയില്ല. മനസ്സിലായല്ലോ? ഇനി ഇവിടെ ചില മഹാന്മാര് ഇതിനെ ന്യായീകരിച്ചിട്ടുണ്ട്, മുസന്നിഫിന്റെ കലാമിനെ ആ ഒരു മദ്ഹബിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അഥവാ ഇവിടെ അൽ ബിൽ ഇസ്നാദി എന്ന് പറഞ്ഞാൽ മഖ്സൂദുൽ ലിദാത്തിഹിയായ ഇസ്നാദ് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ചില പണ്ഡിതന്മാർ, അഥവാ ഫാദിലുൽ ഹിന്ദിയിലെ അവരവരുടെ ഹാഷിയിൽ അങ്ങനെ ഹംലി ചെയ്തിട്ടുണ്ട്. അത് പറയാണ് വഫീ ബഅദിൽ ഹവാഷി, ചില ഹാഷികളിലുണ്ട്, ഹാഷികളിൽ ചിലതിലുണ്ട്, ഫാദിലുൽ ഹിന്ദിന്റെ ഹാഷി എന്നത്, അന്നൽ മുറാദ ബിൽ ഇസ്നാദി, തീർച്ചയായിട്ടും ഇസ്നാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, അഥവാ മുസന്നിഫിന്റെ മുറാദ് ഇവിടെ ബിൽ ഇസ്നാദി എന്ന് പറയാ, അൽ ഇസ്നാദി എന്നതുകൊണ്ട് മുസന്നിഫിന്റെ മുറാദ് ഹുവൽ ഇസ്നാദുൽ മഖ്സൂദു ലിദാത്തിഹി, മഖ്സൂദുൽ ലിദാത്തിഹി ആ ഇസ്നാദാണ്. വഹീന ഇതിൻ, അന്നേരത്ത് യകൂനുൽ കലാമു, ഈ കലാം എന്നതാകും ഇൻദൽ മുസന്നിഫി, മുസന്നിഫിന്റെ അടുക്കൽ, അയ്ളൻ മുസന്നിഫിന്റെ അടുക്കലും എന്താകും? അഖസ്സ മിനൽ ജുംലതി, ജുംലയേക്കാൾ അഖസ്സാകും. മനസ്സിലായല്ലോ? ഇനി കലാം എന്തിനാലൊക്കെ ഉണ്ടാവുക? അതാണ് വലാ യതഅത്താ ദാലിക ഇല്ലാ ഫി ളിംനി ഇസ്മൈനി, ഇല്ലാ ഫി ഫിസ്മൈനി, നിങ്ങൾ ഇതിനെന്താ? ഇല്ലാ ഫിസ്മൈനി അവിസ്മിൻ വഫിഅലിൻ, അതാണ് പറയുന്നത്. വലാ യതഅത്താ ഐ ലാ യഹ്സുലു, ഹാസിലാവുല, ദാലിക അത്, അയൽ കലാമു, ആ കലാമ് ഹാസിലാവൂല, എന്തിലല്ലാതെ? ഇല്ലാ ഫീ ളിംനി ഇസ്മൈനി, രണ്ട് ഇസ്മിന്റെ ഉള്ളിലല്ലാതെ അത് ഹാസിലാവൂല. എങ്ങനത്തെ രണ്ട് ഇസ്മാണ്? അഹദുഹുമ, രണ്ടിൽ ഒന്നാകുന്നത് മുസ്നദുൻ, അത് മുസ്നദാണ്, വൽ ആഖറു, മറ്റേതാകുന്നത് മുസ്നദുൻ ഇലൈഹി, മുസ്നദ് ഇലൈഹിമാണ്. അങ്ങനത്തതായ രണ്ട് ഇസ്മിന്റെ ളിംനിലല്ലാതെ കലാമ് ഹാസിലാവൂല. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മുസ്നദിലെ ആയ രണ്ട് ഇസ്മിനാനല്ലാതെ ഒരു കലാമ് രൂപപ്പെടൂല. പിന്നെ എന്തിലും അല്ലാതെ ഉണ്ടാവൂല, പിന്നെന്തിലല്ലാതെ ഉണ്ടാവൂല? അല്ലെങ്കിൽ ഫീ ളിംനി ഇസ്മിൻ, ഒരു ഇസ്മിന്റെ ളിംനില്, അങ്ങനത്തെ ഇസ്മാണ് മുസ്നദിൻ ഇലൈഹി, മുസ്നദ് ഇലൈഹി ആയ. പിന്നെന്തിന്റെയും ളിംനില്? വഫിഅലിൻ, ഒരു ഫീലിന്റെയും, അങ്ങനത്തെ ഫീലാണ് മുസ്നദായ. അപ്പൊ മുസ്നദിലൈഹി ആയ ഒരു ഇസ്മ, മുസ്നദായ ഫീല്, അതെന്തിലേക്കാണ് സൂചന? ഫീലിയായ ജുംല. രണ്ട് ഇസ്മ എന്ന് പറഞ്ഞാൽ ഇസ്മിയായ ജുംലകള്, പൊതുവെ മുബ്തദ ഖബർ ഒക്കെ. ഇത് എങ്ങോട്ടിലാണ് സൂചിപ്പിക്കുന്നത്? ഫീലും ഫായിലും, അവിടെ ഒരു ഇസ്മ മുസ്നദിലെയും ഒരു ഫീല് മുസ്നദും എന്നതാണ് അവരുടെ ഇതിലൂടെയുള്ള ഉദ്ദേശം. അപ്പൊ ഒരു ചെറിയൊരു ചോദ്യം, അപ്പോ ഏറ്റവും നല്ലത്
ഫിയല് ആദ്യം പറഞ്ഞ പിന്നെ ഇസ്മു പറയലല്ലേ, അതല്ലേ ദിക്രിയായ തെർത്തീബ്. തെർത്തീബില് അതല്ല മുമ്പില്, കലാമിയായ തെർത്തീബിൽ അതാണല്ലോ മുമ്പില്. അങ്ങനെ പറഞ്ഞൂടെ? അപ്പൊ അതിനെന്താ മറുപടി എന്ന് വെച്ചാൽ മുസ്നദിലേഹിക്കാണ് എന്ത് തഖദീം കൊണ്ട് ഹക്കായാണ്. അതായത് മിൻഹൈസുന്ന മുസ്നദിലേഹി എന്ന നിലക്ക് മുസ്നദിലേഹി വെച്ച് നോക്കുമ്പോൾ മുസ്നദിലേഹിക്കാണല്ലോ മുൻഗണന. ആ ഒരു നിലക്ക് മുന്തിച്ചതാണ്. മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ ശേഷം നോക്കിയപ്പോ ഫീ ബഅദിൻ നുസഖി, ചില നുസ്ഖകളിലുണ്ട് ഔ ഫീ ഫീലിൻ വസ്മിൻ. അപ്പോ ആ നുസ്ഖ ആ മറ്റേ നിലക്കാണ് നോക്കുന്നത് തെർത്തീബ്. ഏതാനും കുഴപ്പമില്ല. ഇനി രണ്ട് ഇസ്മില് അഥവാ രണ്ട് നിലക്ക് മാത്രമേ കലാം ഉണ്ടാവുള്ളൂ. രണ്ട് ഇസ്മിനാൽ അല്ലെങ്കിൽ ഒരു ഇസ്മിനാലും ഒരു ഫേലിനാലും. ഇനി അതിന് ഇത് പറയാണ്, ഹസർ പറയാണ്. അഥവാ ഈ രണ്ടെണ്ണത്തിലേ ഉള്ളൂ എന്നതിന് ഹസർ പറയണം. ആ ഹസറിന് ദലീല് പറയണം. എന്താ അങ്ങനെ ഹസർ ചെയ്യാൻ കാരണം? കാരണം ഫൈന തർക്കീബ സുനാഇയ്യൽ അഖലിയ്യ ബൈനൽ അഖ്സാമി സലാസത്തി യർതഖി ഇലാ സിത്തത്തി അഖ്സാമിൻ സലാസത്തും മിൻഹാ മിൻ ജിൻസിൻ വാഹിദിൻ ഇസ്മിൻ വസ്മിൻ വഫിഅലിൻ ഫിഅലിൻ വഫിഅലിൻ ഹർഫിൻ വഹർഫിൻ വസലാസത്തും മിൻഹാ മിൻ ജിൻസൈനി ഇസ്മിൻ വഫിഅലിൻ ഇസ്മിൻ വഹർഫിൻ ഫിഅലിൻ വഹർഫിൻ. അപ്പൊ അതാണ് ഫൈന തർക്കീബ സുനാഇയ്യ, തീർച്ചയായിട്ടും സുനാഇയായ രണ്ടെണ്ണത്തിലേക്ക് ചേർക്കപ്പെട്ട തെർക്കീബ് എന്ന് പറഞ്ഞാൽ രണ്ട് സാധനങ്ങൾ കൂട്ടി ഉണ്ടാക്കുന്ന തെർക്കീബ്. മുസ്നദിലെ വെച്ചിട്ടാണല്ലോ കലാം ഉണ്ടാവുക. അതുകൊണ്ട് സുനാഇ പറഞ്ഞത്. ബാക്കിയുള്ളവരൊക്കെ പരിഗണിച്ച അഞ്ഞും കൂടും. സുലാസി പരിഗണിച്ചാൽ മൂന്നും കൂടിയിട്ടൊക്കെ പരിഗണിക്കുമ്പോൾ പ്രശ്നമാണ്. അപ്പൊ ഒരു ഒന്നും കൂടി കൂടും അല്ലേ? അപ്പൊ സുനാഇയായ തെർക്കീബ് അതുകൊണ്ടാണ് രണ്ടിലേക്ക് ചേർക്കപ്പെട്ട തെർക്കീബ് എന്ന് പറഞ്ഞാൽ രണ്ട് സാധനങ്ങൾ കൂട്ടി ഉണ്ടാക്കി ഉള്ള തെർക്കീബ്. സുനാഇയായ തെർക്കീബ് ആകുന്നത് എങ്ങനത്തെ പിന്നെ എങ്ങനത്തെ തെർക്കീബാണ്? അല്ല അഖലിയ, അഖലിലേക്ക് ചേർക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ അഖലിന്റെ നളറിൽ, ഇപ്പൊ നിലവിൽ എങ്ങനെയൊന്നല്ല, അഖലിന്റെ നളറിൽ എത്ര സാധ്യതകളുണ്ട്? ആർക്കിടയിലുള്ള തെർക്കീബ്? ബൈനൽ അഖ്സാമി സലാസത്തി, ഈ മൂന്ന് കിസ്മുകളുടെ ഇടയിൽ. അഥവാ മൂന്ന് കിസ്മുകൾ എന്ന് പറഞ്ഞാൽ കെലിമത്തിന്റെ മൂന്ന് കിസ്മുകൾ ഉണ്ടല്ലോ, കെലിമത്തിലാണ് കലാം ഉണ്ടാവാറുള്ളത്. അപ്പൊ ഇസ്മു ഫീല് ഹർഫ് ആകുന്ന മൂന്ന് കിസ്മുകൾക്കിടയിലുള്ള തെർക്കീബ് ആകുന്നത് യർതഖി, അത് കയറി എത്തും എന്തിലേക്ക്? ഇലാ സിത്തത്തി അഖ്സാമിൻ, 6 ഓഹരിയിലേക്ക് അത് കയറി എത്തും. സലാസത്തു എങ്ങനത്തതായ 6 ഓഹരിയാണ്? സലാസത്തും മിൻഹാ, അതിൽ നിന്നുള്ള 3 എണ്ണമാകുന്ന മിൻ ജിൻസിൻ വാഹിദിൻ, ഒരു ജിൻസിൽ നിന്നാണ്. അഥവാ ഒരു ജിൻസിൽ നിന്ന് ഉണ്ടാക്കുന്നത്, മുസ്നദിലെയും ഒരു ജിൻസിൽ നിന്ന്. അപ്പൊ ഇസ്മു ഫീല് ഹർഫ് ഹർഫ്, അതായത് ഇസ്മി വസ്മിൻ ഫിയലും വഫിയലിൻ ഹർഫിൻ വഹർഫിൻ, അത് 3 എണ്ണം. പിന്നെന്തും വസലാസത്തും മിൻഹാ, അതിൽ നിന്നുള്ള 3 എണ്ണമാകുന്നത് മിൻ ജിൻസൈനി, രണ്ട് ജിൻസിൽ നിന്നാണ്. അപ്പൊ എത്ര ഉണ്ടാവും? അതായത് ഇസ്മി വഫിയലിൻ, ഇസ്മും ഫീലും, ഇസ്മി വഹർഫിൻ, ഇസ്മും ഹർഫും, ഫിയലും വഹർഫിൻ, ഫീലും ഹർഫും, അതിൽ നിന്നാണ്. അപ്പൊ ഇസ്മ ആദ്യം പറ ഇസ്മു ഫീല്, പിന്നെ ഇസ്മു ഹർഫ്, പിന്നെ ഫീല് ഹർഫ്. അങ്ങനെ 6 സാധ്യതകളാണ് അഖലിയായിട്ട് ഇവിടെയുള്ളത്. ഇനി എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ 2 എണ്ണം അല്ലാത്തതൊന്നും ഇവിടെ ഒരു സാധ്യതകൾ ഇവിടെ വരൂല. മുസ്നദിലേ ആവൂല. ആ പ്രശ്നം മനസ്സിലായല്ലോ? അതാ പറയണത്. വമിനൽ ബയ്യിനി, വ്യക്തമായ കാര്യത്തിൽ പെട്ടതാണ്. അന്നൽ കലാമ, തീർച്ചയായിട്ടും കലാമ ലാ യഹ്സുലു ബിദൂനിൽ ഇസ്നാദി, ബിദൂനിൽ ഇസ്നാദി, ഇസ്നാദ് കൂടാതെ കലാം ഉണ്ടാവുകയില്ല. അല്ലെ? ഇസ്നാദ്, ഏത് കലാമും ഇസ്നാദോട് കൂടെ ഉണ്ടാവുള്ളൂ. ഇസ്നാദാണെങ്കിലോ വൽ ഇസ്നാദു, ഇസ്നാദാകുന്നത് ലാ ബുദ്ദലഹു, എത്തരത്തിൽ ഇസ്നാദാകുന്നത് ലാ ബുദ്ദലഹു, അതിനക്ക് ഗിനയേ ഇല്ല. എന്തിനെ തൊട്ട് ഗിനയില്ല? മിൻ മുസ്നദിൻ, ഒരു മുസ്നദിനെ തൊട്ട്, മുസ്നദിൻ ഇലൈഹി, ഒരു മുസ്നദിനെ തൊട്ട് ഗിനയില്ല. അപ്പൊ അത് കൂടാതെ കഴിയുകയില്ല. ഏതൊരു ഇസ്നാദിന് ഒരു മുസ്നദിലെയും വേണം. വഹുമ, ആ മുസ്നദിലെയും ആകുന്നത് ലാ യതഹഖഖാനി, അവ രണ്ടും തഹഖുഖാവൂല. എന്തിലല്ലാതെ? ഇല്ലാ ഫിസ്മൈനി, 2 ഇസ്മിലല്ലാതെ തഹഖുഖാവൂല. അവ ഇസ്മിൻ വ ഫീലിൻ, അല്ലെങ്കിൽ ഒരു ഇസ്മു ഫീലിലും അല്ലാതെ, ഒരു ഇസ്മിലും ഫീലിലും അല്ലാതെ തഹഖുഖാവൂല. അപ്പൊ 6ൽ 2 എണ്ണത്തില് മാത്രമേ അത് തഹഖുഖാവുള്ളൂ. മുസ്നദിലെ എന്ന രണ്ടും ഉണ്ടാവുള്ളൂ. ഒരു മുസ്നദും വേണം, ഒരു മുസ്നദിലെയും വേണ്ടേ? അങ്ങനെ 2 എണ്ണം, 2 ഇസ്മിലോ ഒരു ഇസ്മു ഫീലോ അങ്ങനെ ഉണ്ടാവുള്ളൂ. അമ്മൽ അഖ്സാമുൽ അർബഅത്തുൽ ബാഖിയത്തു, അപ്പോ ബാക്കിയുള്ള 4 കിസ്മുകളാകുന്നത്
ഫിൽ ഹർഫി വൽ ഹർഫി, ബാക്കിയുള്ള 4 കിസ്മുകൾ എന്ന് പറയുമ്പോൾ ഇനി ഓരോന്ന് പറയണ്ടേ. ബാക്കിയുള്ള 4 കിസ്മുകളാകുന്നത് ഫിൽ ഹർഫി വൽ ഹർഫി, ഹർഫ് ഹർഫിലായ സ്ഥിതിയിൽ കിലാഹുമ മഫ്കൂദാനി. ആ ഫീൽ എന്നുള്ള ശേഷമുള്ളേക്ക് താലൂക്കാക്കിയാൽ മതി. മഫ്കൂദാനി എന്നാക്കിയാൽ പിന്നെ താലൂക്കാക്കുക. അപ്പൊ എങ്ങനെയാണ്? കിലാഹുമ എന്ന് പറഞ്ഞാൽ മുസ്നദും മുസ്നദിലെയും ആകുന്നത് മഫ്കൂദാനി, അവർ രണ്ടിനെയും ഇല്ലാതെയാക്കപ്പെട്ടതാണ്. എവിടെ? ഹർഫ് ഹർഫിൽ ഇല്ലാതെയാക്കപ്പെട്ടതാണ്. അപ്പൊ ഹർഫ് ഹർഫും കൂടി ചേർത്തുണ്ടാക്കുന്ന തെർക്കീബിൽ എന്തുണ്ടാവില്ല? മുസ്നദ് മുസ്നദിലെയും അവിടെ ഉണ്ടാവില്ല. കാരണം ഹർഫ് രണ്ടും ആവില്ല, ഒരാളും ഉണ്ടാവില്ല എന്ന്. മുസ്നദും ഉണ്ടാവില്ല, മുസ്നദിലെ ഉണ്ടാവില്ല. വഫിൽ ഫേലി വൽ ഫേലി വഫിൽ ഫേലി വൽ ഹർഫി, ഫേല് ഫേലിൽ അതുപോലെ ഫേല് ഹർഫില് അൽ മുസ്നദു ഇലൈഹി, മുസ്നദ് ഇലൈഹി ആകുന്നത് മഫ്കൂദൻ, അതിനെ ഇല്ലാതെയാക്കപ്പെട്ടതാണ്. കാരണം മുസ്നദ് ഇലൈഹി ഇല്ല, മുസ്നദ് ഉണ്ട്. കാരണം ഫേൽ എന്തിനു പറ്റും? മുസ്നദാവാൻ പറ്റും, ഹർഫ് ഒന്നിനും പറ്റൂല. അപ്പൊ ഇവിടെ മുസ്നദ് ഉണ്ട്, മുസ്നദിലേ ഇല്ല. ഇനി വഫിൽ ഇസ്മി വൽ ഹർഫി, ഇസ്മ ഹർഫില് അഹദുഹുമാ മഫ്കൂദുൻ, മുസ്നദിലെ മഫ്കൂദ് അങ്ങനെ അറിയില്ല. അഹദുഹുമാ മഫ്കൂദുൻ, മുസ്നദിലെ രണ്ടാൽ ഒന്ന് മഫ്കൂദാണ്, ഇല്ലാതെയാക്കപ്പെട്ടതാണ്. എന്ത്? കാരണം ഫൈനൽ ഇസ്മ തീർച്ചയായിട്ടും ഇസ്മ ആകുന്നത് ഇൻകാന മുസ്നദൻ, അതാണെങ്കിൽ മുസ്നദാണെങ്കിൽ, അഥവാ നമ്മളിപ്പോ ഇസ്മ ഹർഫ സങ്കല്പിച്ചത്, അതിത്തെ മുസ്നദിലെ ഏതെങ്കിലും കൃത്യമായിട്ട് പറയാൻ പറ്റുക. കാരണം ഇസ്മ എന്നത് രണ്ടും ആയിക്കൂടെ. അപ്പൊ ഇസ്മ ഹർഫ് എന്നുള്ളൊരു സാധ്യത എടുക്കുമ്പോ അത് ആ ഇസ്മ എന്താകാം? മുസ്നദുമാകാം, മുസ്നദിലെയും ആകാം. അതുകൊണ്ടാണ് അഹദുഹുമാ മഫ്കൂദാണെന്ന് പറയുന്നത്, ഒന്നായ മറ്റേതളവുക. അപ്പൊ അവിടെ ആ സ്വനി നല്ല ഉഷാറായി. ഫൈനൽ ഇസ്മ തീർച്ചയായിട്ടും ഇസ്മ ആകുന്നത് ഇൻകാന അതാണെങ്കിൽ മുസ്നദൻ, അത് മുസ്നദാണെങ്കിൽ ഫൽ മുസ്നദിലെഹി മഫ്കൂദുൻ, അപ്പൊ മുസ്നദിലെഹി മഫ്കൂദാണ്, മഫ്കൂദായിരിക്കും. വ ഇൻകാന ആ ഇസ്മ ആണെങ്കിൽ മുസ്നദൻ ഇലൈഹി, മുസ്നദ് ഇലൈഹി ആണെങ്കിൽ ഫൽ മുസ്നദ് മഫ്കൂദുൻ, അവിടെ മുസ്നദ് എന്താണ്? മഫ്കൂദാണ്, ഇല്ലാതെയാക്കപ്പെട്ടതാണ്. അത് മനസ്സിലായല്ലോ. ഇനി ഒരു ഇഷ്കാല് വരും. ഇപ്പൊ പറഞ്ഞെന്താ? ഒരു ഇസ്മു ഒരു ഹർഫിനാൽ എന്തുണ്ടാവില്ല? ഒരു കലാം ഉണ്ടാവില്ല എന്നല്ലേ. എന്നാൽ നിദായിയ ജുംല അഥവാ യാ സെയ്തു അതാ നിദാന്റെ ഒരു ഹർഫ് ഒരു ഇസ്മ് കലാമാണല്ലോ, ഇൻഷായി ആണെങ്കിലും കലാമാണല്ലോ. അപ്പൊ അതിനെന്താ മറുപടി? അവിടെ യാ എന്നുള്ളത് ഒരു അദുഉ എന്ന ഒരു ഫീലിനെ തൊട്ട് നായിബായിട്ട് വന്നതാണ്. അപ്പൊ അവിടെ ഒരു അദുഉ എന്നതാണ് ഫീലും വായിലുമായി. മനസ്സിലായല്ലോ. അപ്പൊ ഇനി സെയ്ദ് എന്നുള്ളത് ഫളിലാവും, അപ്പോ കലാമിന്റെ ഭാഗമാവൂല. നേരത്തെ പറഞ്ഞ മാതിരി ഒരു മഫ്ഊലൊക്കെ പോലെ ആയിരിക്കും, മുസ്നദ് മുസ്ലിമിന്റെ പുറത്തുള്ള ആളായിരിക്കും. അതാണ് വനഹു യാ സെയ്ദു പോലത്തതാകുന്നത്. ഏത് തഖ്ദീറിലാണ്? ബി തഖ്ദീരി അദുഉ സെയ്ദൻ എന്ന തഖ്ദീറിലാണ്. മനസ്സിലായല്ലോ. അല്ല അതിനോട് കൂടെയാണ് എന്ന് വെക്കാം. ആ അദുഉ എന്നതിന്റെ പകരമായിട്ട് നായിബായിട്ടാണ് ആര് വന്നത്? യാ വന്നത്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഹർഫും ഇസ്മുമല്ല, അത് ഫീലും ഇസ്മുമാകുന്ന ആ ഗണത്തിലാണ് വരിക. അപ്പൊ ഫലം യകുൻ, ഇതായില്ല. മിൻ തർക്കീബിൽ ഹർഫി വൽ ഇസ്മി, ഹർഫ് ഇസ്മിന്റെ തർക്കീബിൽ പെട്ടതായില്ല. അതാണല്ലോ മലിന് തോന്നുക. ബൽ മിൻ തർക്കീബിൽ ഫിഅലി വൽ ഇസ്മി അല്ലദീ ഹുവൽ മൻവിയ്യു ഫി അദ്ഉ വഹുവ അനാ. പിന്നെന്തിൽ പെട്ടതാവുക? ഫിഅലി ഇസ്മിന്റെ തർക്കീബിൽ പെട്ടതാണ് ആവുക. എങ്ങനത്തെ ഇസ്മ്? ഇവിടുത്തെ ഫീലും ഒക്കെ ഇസ്മുടെ വൽ ഇസ്മി അല്ലദീ ഹുവൽ മൻവിയ്യു അൽ മുസ്തതിറു എന്നർത്ഥം. മുസ്തതിറായവിടെ ഫി അദ്ഉ എന്നതിൽ നിയ്യത്ത് ചെയ്യപ്പെടുന്നതായ ആ ഇസ്മ് അതാരാ? വഹു അതാകുന്നത് അനയാണ്, മുസ്തതിറായ അന, അത് രണ്ടിനാൽ കൂടിയതാണ്. അപ്പോ സെയ്ദ് എന്നുള്ള യാ സെയ്ദ് എന്നുള്ളത് അത് കലാമിന്റെ ഒരു മഫ്ഊലുകളൊക്കെ പോലെ സ്ഥാനത്താകൊണ്ട് ഹാമിഷിലൊക്കെ ഉണ്ട്, മഫായിൽ. മനസ്സിലായല്ലോ. അപ്പൊ ഇപ്പൊ എന്ത് കിട്ടി? വജ്ഹുൽ ഹസ്ർ സ്ഥിരപ്പെട്ടു. അപ്പൊ അത്രയുമാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായല്ലോ. അവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി ഇസ്മിന്റെ ഒക്കെ താരീഫ് പറയാണ്. ഹാസിൽ മഹ്സൂലിന്റെ ചർച്ച തന്നെ അടുത്ത് അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം അല്ലേ. വസല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.